നടി റോഷ്ന ആശുപത്രിയിൽ. വേദനകൾ സഹിക്കാൻ കഴിയുന്നതിലും വലുത്. 100 ബന്ധുക്കളേക്കാൾ നല്ലത് ഒരു സുഹൃത്ത്. ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് കുറിപ്പുമായി നടി റോഷ്ന ആൻഡ്രോയ്. ആശുപത്രിയിലെ ഈ ദിവസങ്ങൾ എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നൽകിയത്. എന്നാൽ ഇത്തവണ ഞാൻ വേദനയുടെ തികച്ചും പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. അത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷെ കഴിഞ്ഞ 1, 2, 3 മാസമായി ഇത് ഏറ്റവും കഠിനമായ ഒന്നായിരുന്നു. ഇത് വെറും ലളിതമായ വേദനയായിരുന്നില്ല. അത് ആഴമേറിയതും ക്ഷീണിപ്പിക്കുന്നതും ഓരോ ദിവസവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു. പക്ഷേ ഞാനിത് എൻ്റെ രോഗശാന്തിക്കായി തിരഞ്ഞെടുത്തു. എന്നെ തന്നെ പരിപാലിക്കാനും ഈ യാത്രയിലൂടെ കടന്നുപോകാൻ എന്നെ തന്നെ സ്നേഹിക്കാനും ഞാൻ തീരുമാനിച്ചു. എൻ്റെ ശരീരം സുഖം പ്രാപിക്കുന്നു. ഞാൻ സുഖം പ്രാപിക്കുന്നു. ഇത് ഒരു ഇടവേള മാത്രമാണ്, അവസാനമല്ല. ഞാൻ കൂടുതൽ ശക്തയായി തിരിച്ചുവരും. സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി. ആശുപത്രിയിൽ തനിക്കൊപ്പം നിന്ന സുഹൃത്ത് അഖിലയെക്കുറിച്ചും നടി എഴുതി. എൻ്റെ തങ്കം. ദൈവത്തിൻ്റെ കരങ്ങൾ പല രീതിയിൽ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു കൈ, അതാണ് എൻ്റെ അഖിലയുടെ കൈ. അവളുടെ കരങ്ങളാണ് എൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. എൻ്റെ ആശുപത്രി സഹവാസം മുഴുവനും എൻ്റെ കൂടെ താങ്ങും തണലുമായി നിന്നവൾ. എനിക്ക് എന്തിനും ഏതിനും അവളുടെ കരങ്ങൾ മാത്രമായിരുന്നു ആശ്രയം. ഇന്നസെന്റങ്ങൾ പറഞ്ഞ പോലെ ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പ. എന്തുവാ ഈ ബന്ധുത്വം? ഹൃദയശുദ്ധിയുള്ളവർ തമ്മിൽ തിരിച്ചറിയും. അതിനേക്കാൾ വലിയ ബന്ധമില്ല എന്ന് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പലരിലൂടെ വീഴ്ചകളിൽ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നടത്തിയ പ്രതീക്ഷയുടെ കരങ്ങൾ നിരവധിയുണ്ട്. അങ്ങനെയൊരു കരമായിരുന്നു അവളുടേത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നടക്കുന്നത് തിരിച്ചറിവിന് വേണ്ടിയായിരിക്കുമെന്ന്. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടി നന്ദി എന്നും റോഷ്നി കുറിക്കുന്നു. അതെ, നമുക്കും പ്രാർത്ഥിക്കാം. വേദനകളില്ലാതെ മടങ്ങി എത്രയും പെട്ടെന്ന് അഭിനയ ലോകത്തേക്ക് റോഷ്നി തിരിച്ചെത്തട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.